ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും OGIC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന തമ്മിലിൽ കണ്ട മാതിരി ഒരു FM റേഡിയോ ആണ്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടത് ആദ്യം തന്നെ FM റേഡിയോൻ്റെ ബോർഡാണ്. ഇതൊരു സോണീൻ്റെ FM റേഡിയോൻ്റെ ബോർഡാണ്. നമുക്ക് എല്ലാ നാട്ടിലുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ കിട്ടാനുണ്ട് സാധനം. ഈ ഇതിൽ വരുന്നത് ഒരു ആൻറ്റിനേൻ്റെ ഒരു വയർ വരുന്നുണ്ട്, പിന്നെ വോളിയം കൺട്രോളിനുള്ള ഒരു പിന്നെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട്, പിന്നെ ബോർഡിലേക്കുള്ള കറണ്ടിനിങ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പൊട്ടൻഷ്യോമീറ്ററാണ്. ഈ പൊട്ടൻഷ്യോമീറ്ററിൽ ഒരു സ്വിച്ച് വരുന്ന ടൈപ്പ് പൊട്ടൻഷ്യോമീറ്ററാണ്. നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതും പിന്നെ FM ഓൺ ആക്കാനുള്ളതും ഇത് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് സൗണ്ട് ഔട്ട്പുട്ടിനായിട്ട് ഒരു സ്പീക്കർ വേണം. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നതാണ്, നമ്മൾ ഇതിൻ്റെ ഒരു പഴയ ബ്ലൂടൂത്ത് സ്പീക്കറിന് കിട്ടിയതാണ്. പിന്നെ നമുക്ക് ഒരു ബാറ്ററി വേണം റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഒരു പഴയ ബാറ്ററിയാണ്. പിന്നെ നമുക്ക് ചാർജിങ്ങിൻ്റെ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ USB പോർട്ട്, പിന്നെ ഒരു LED മുകളിൽ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ IN4007 ഒരു ഡയോഡും വേണം. പിന്നെ നമുക്കൊരു ആൻറ്റിനയും കൂടി വേണം. ഇനി നമ്മൾ ഇതേമാതിരിയുള്ളൊരു ബോക്സ് എടുക്കുക. എന്നിട്ട് ബോക്സിന് കുറച്ച് ഹോൾസ് ഇടുക. എന്നിട്ട് ഇനി നമുക്ക് അതിലേക്ക് സ്പീക്കർ ആദ്യം ഫിക്സ് ചെയ്യാം. ഈ സ്പീക്കർ എടുത്തിട്ട് ഇതിലേക്ക് ഡബിൾ സൈഡ് ടേപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് മുട്ടിക്കണം. ഇങ്ങനെ സൈഡിലായിട്ട് കട്ട് ചെയ്തിട്ട് ഫുള്ള് റൗണ്ടായിട്ട് ഒട്ടിക്കുക. നാല് സൈഡ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യാം. ഈ സ്പീക്കർ വെക്കുന്ന ഈ ഭാഗത്തായിട്ട് കുറച്ച് ഹോൾസ് നമ്മൾ ഇട്ടുകൊണ്ടാണ് സ്പീക്കറിൻ്റെ സൗണ്ട് പുറത്തേക്ക് കറക്റ്റായിട്ട് വരാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബോക്സിൽ കറക്റ്റായിട്ട് ഒട്ടിച്ചേക്കാം. നമുക്ക് ചെയ്യാറുള്ളത് ചാർജിങ്ങിൻ്റെ പോർട്ടും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം ചാർജിങ്ങിൻ്റെ മൈക്രോ USB പോർട്ട് എടുക്കുക. എന്നിട്ട് ഇതേമാതിരി 2 പിന്നും കൂടാക്കിയിട്ട് ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്യും. ഇനി നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ എടുക്കാം. അതിൻ്റെ മുകളിലത്തെ സാധനം നോക്കിയിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഈ നട്ട് ഇട്ട് ടൈറ്റ് ആക്കാം. നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഈ സാധനം മുകളിലത്തെ ഈ നോബ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചാർജറിൻ്റെ സെറ്റാക്കാം. അതിനായിട്ട് LED ഡയോഡും വെച്ചിട്ട് നമുക്ക് ചാർജറിൻ്റെ സോൾഡർ ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ സോൾഡർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ USB ഇപ്പോൾ മൈക്രോ USB പോർട്ടിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നമ്മളെ ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ നെഗറ്റീവ് നമ്മൾ അതേമാതിരി നെഗറ്റീവായിട്ട് അവിടെ വെറുതെ എടുത്തേക്കുക. നെഗറ്റീവിന് മുകളിൽ നിന്ന് ഒരു LED നെഗറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്.
പിന്നെ LED മുകളിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ട് പോസിറ്റീവ് LED പോസിറ്റീവ് ഇത്രയും കൊടുത്തത്. എന്താ വെച്ചാൽ ചാർജ് ചെയ്യുമ്പോൾ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുണ്ടോ, മീൻസ് ചാർജിങ് ഇൻഡിക്കേഷൻ ലൈറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ മെയിൻ ബോർഡ് എടുത്തിട്ട് നമുക്ക് ഈ ബോക്സിൽ സെറ്റാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ പീസ് ഡബിൾ സൈഡ് ടേപ്പ് ബോർഡിൻ്റെ ബാക്കിലോട്ട് വെക്കാം. ഈ ബോർഡ് ഈ ബോക്സിൽ നമുക്ക് ഇറക്കി സെറ്റാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ബോർഡ് തന്നെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ മീറ്ററിലേക്കുള്ള വയർ സോൾഡർ ചെയ്യാം ഈ പോയിന്റുകളിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് വയർ ഇവിടുന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ 2 വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും. ഇനി നമുക്ക് പോസിറ്റീവ് എടുത്തിട്ട് ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പോസിറ്റീവ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ് എടുത്തിട്ട് ബോർഡിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ബോർഡിൽ നെഗറ്റീവ് പിന്നിൽ, ഇതാണ് ബോർഡിൽ നെഗറ്റീവ് പിൻ, അവിടെ സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേമാതിരി ഒരു ചെറിയ വയർ എടുത്തിട്ട് നമ്മൾ ഈ സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് ബോർഡിലേക്ക് പോസിറ്റീവ് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വയർ ഇവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്പീക്കറിലേക്കുള്ള കണക്ഷൻസ് കൊടുക്കാം. അപ്പോൾ സ്പീക്കറിൻ്റെ പോസിറ്റീവ് ഈ ഒരു പോയിന്റിലാണ് വരിക, നെഗറ്റീവ് ഇവിടെ. അപ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്പീക്കറിൻ്റെ വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാം. ഇതിനായിട്ട് ആദ്യം ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ മാത്രം സ്പേസ് ഇല്ല. അപ്പോൾ ബാറ്ററി പുറത്തുനിന്നാണ് വെക്കുന്നത്. അപ്പം ബാറ്ററീൻ്റെ പോസിറ്റീവും നെഗറ്റീവും വയർ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊരു ചെറിയ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് താൽക്കാലികമായിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് ബാറ്ററീൻ്റെ പോസിറ്റീവ് ഈ ബോർഡിലേക്ക് പോണ പോസിറ്റീവിൻ്റെ ഭാഗത്തും നെഗറ്റീവ് ഇവിടെ ഈ നെഗറ്റീവിലും അത് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനത് ഇവിടെ ബാറ്ററീൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇവിടെ വൃത്തിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് അടയ്ക്കാം. നമുക്ക് ഓണാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ FM ഓൺ ആവുന്നുണ്ട്. ഈ നമുക്ക് ട്യൂണറിൻ്റെ ഇവിടെ നമ്മൾ സെറ്റാക്കിയില്ലായിരുന്നു. അപ്പം അതിൻ്റെ നട്ട് ഇവിടെ എടുത്തില്ല. ഈ ട്യൂണറിൻ്റെ ഈ നോബ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഓണാക്കാം. അപ്പോൾ നമുക്ക് ഇനി ചാർജ് ചെയ്യുന്ന സെറ്റപ്പ് നോക്കാം. ഇത് കുറച്ചുകൂടി വൃത്തിയാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസുലേഷൻ ടാപ്പ് കൊടുത്തൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ മൊബൈൽ ചാർജർ എടുക്കുക, ഓണാക്കുക, 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചാർജിങ് ഇൻഡിക്കേഷൻ ഇവിടെ കാണാം. അപ്പോൾ ഇത് ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഓണാക്കി ഒന്ന് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പം എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സ് ആയിട്ട് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.